ഞാൻ അദ്ദേഹത്തുമായിട്ട് വെല്ലുവിളിയോ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. UDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ചു. ഉറപ്പായി പോകും. എന്നെക്കുറിച്ച് ഉപയോഗിച്ച ഭാഷ, ആ ഭാഷയിൽ ഞാനെങ്ങനെ മറുപടി പറയണത്? ഒന്ന്, ഞാനൊരു സ്ഥാനത്തിരിക്കുന്നു, ഞാൻ ഇരിക്കുന്ന കസേരയോട് എനിക്ക് നല്ല ബഹുമാനം. ആ കസേരയിൽ ഇരുന്നുകൊണ്ട് അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇത് ആരാണ് പറഞ്ഞത്? ഏകദേശം 90 വയസ്സിന്റെ അടുത്തെത്തിക്കുന്ന ഒരാളാണ് പറഞ്ഞത്. ഞാൻ വല്ലതും മോശമായിട്ട് പറയാമോ? പറയാൻ പാടില്ല. ആ ഔചിത്യം ഞാൻ കാണിക്കണ്ടേ? ആര് പറഞ്ഞാലും, ന്യൂനപക്ഷ വർഗീയത കേരളത്തിൽ പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും UDF അതിനെ എതിർക്കും, ശക്തിയായിട്ട് എതിർക്കും. നമ്മൾ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനെ മാത്രമേ നമ്മൾ എതിർക്കുള്ളൂ, അല്ലാതെ വ്യക്തികളായിട്ട് നമുക്കെന്താ പ്രശ്നം? എല്ലാ സമുദായങ്ങളുമായിട്ടും ഞങ്ങൾക്ക് നല്ല സൗഹാർദ്ദവും നല്ല ബന്ധവും നല്ല സ്നേഹവുമാണ്, എല്ലാവരുമായിട്ടും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.